ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി അരച്ചിട്ടുള്ള നോർമൽ ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ വെള്ളപ്പച്ചട്ടിയിലാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അടിഭാഗം കണ്ട ഒട്ടും കരിഞ്ഞിട്ടില്ല, ഉൾഭാഗമൊക്കെ നോക്കി നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. എന്നാ വരി. അപ്പോൾ ഇതാ ഞാൻ ഓട്ടപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിതാ കുതിർത്തെടുത്ത പച്ചരി മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നേരത്തെ പച്ചരി എടുത്ത ഗ്ലാസ്സിന് അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. ഇത്ര പോരം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചിരകിയിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതല്ലാതെ നമുക്ക് മാവ് അരച്ചെടുത്തതിന് ശേഷം ചിരകിയ തേങ്ങ അതിൽ അങ്ങനെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ. അപ്പം ഞാൻ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. അത് ഞാനൊരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ അപ്പത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് മാവ് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ മാവ് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിതാ മാവ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാവ് വെള്ളം കുറവാണ്, കണ്ടില്ല, ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പം ഞാൻ നേരത്തെ മാറ്റി വെച്ച ഗ്ലാസ് വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആവശ്യമായത്. ആ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തപ്പോൾ നമ്മളെ മാവ് ഇവിടെ സെറ്റായിട്ട് പാകത്തൊരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, മാവ് ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. അധികം ലൂസാവും ചെയ്യരുത്, എന്നാൽ അധികം കനം ഉണ്ടാവും ചെയ്യരുത്. ഇത്രയും ആയാൽ മതി കേട്ടോ. ഈ മാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഓട്ടപ്പത്തിനുള്ള മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ചുട്ടെടുക്കാൻ പോകുന്നത് വെള്ളപ്പച്ചട്ടിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പം ആദ്യം ഞാനിതാ വെള്ളപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെ ബബിൾസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓട്ടപ്പൊക്കെ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ഓട്ടപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഓട്ടപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അത് വെള്ളപ്പച്ചട്ടിയിൽ തന്നെയാണ് ചുട്ടെടുത്തിരുന്നത്. അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിരുന്നു, ഇതിൻ്റെ ഉൾഭാഗം വേവലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗം നോക്കി ഒട്ടും കരിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കി നല്ലോണം ആരെടുത്ത് വന്നും ചെയ്തിക്കണേ, നല്ല വെന്തും ചെയ്തിക്കണ കേട്ടാ. വെള്ളപ്പച്ചട്ടിയിലാണെന്ന് വിചാരിച്ചിട്ട് ഉൾഭാഗം വേവാതിരിക്കൊന്നുമില്ല. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതേപോലെ വെള്ളപ്പച്ചട്ടിയിൽ ഓട്ടപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. അതേപോലെ തന്നെ എൻ്റെ വെള്ളപ്പച്ചട്ടിയിൽ ചുട്ട ഓട്ടപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കാളി. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.